ശ്രീരാമചന്ദ്രേ രമതാം മനോമേ രമാം ഗവാമി വിപദാം വിരാമേ ജിതാരിരാമേ പ്രണതാരിരാമേ ഗുണാഭിരാമേ ഭുവനൈകരാമേ. ശ്രീരാമചന്ദ്ര പ്രഭു പാഹി പാഹി ആഞ്ജനേയ സ്വാമി ജയ. ശ്രീരാമചന്ദ്രൻ സ്തുതിക്കുമ്പോ ആഞ്ജനേയ സ്വാമിനെ സ്തുതിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് ഈ കുട്ടികൾ വല്ലാത്തൊരു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മോഡൗട്ട് ആകെ ഒരു എന്താ വെച്ചാൽ ചോദിച്ചതിന് ഉത്തരം പറയും. ഒരു മൗനവ്രതം പോലെ 3-4 പേര് ഒന്നിച്ചൊരു മുറിയിൽ കയറി വാതിലടച്ചിരിക്കും. അവരെന്താ അവിടെ ചെയ്യുന്നു ആർക്കും അറിയില്ല. ആ ഒരവസ്ഥയിൽ ആണ് കുട്ടികൾ എന്നല്ലേ പറഞ്ഞത്. രാമനോട് ഇങ്ങനെ നിർബന്ധപൂർവ്വം ലക്ഷ്മണൻ പറയുന്നുണ്ട്. അവസാനം ലക്ഷ്മണനും ശത്രുഘ്നനും ഭരതനും കൂടി എല്ലാവരും ഒന്നിച്ചിട്ട് അവരുടെ ഗുരു ആയ വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാദങ്ങളെ നമസ്കരിച്ചു എന്നാണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. ഇന്നിപ്പോ എന്താ പറയണ്ടേ, അവരെ കണ്ട വസിഷ്ഠൻ എന്ത് ചെയ്തു, അടുത്ത് ചെന്ന് അവരോട് തന്നോടൊന്ന് ചിരിക്കാൻ സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടു. അത് 4 പേരും കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ 2 ഭാഗങ്ങളായിട്ട് ഇരുന്നു. എന്നാൽ രാമൻ വസിഷ്ഠന്റെ വളരെ അടുത്തിരിക്കണമെന്ന് മഹർഷി ആവശ്യപ്പെട്ടു. നീ എന്റെ അടുത്തിരിക്കൂട്ടാന്ന് പറഞ്ഞു. അവന്റെ തലമുടി തലോടുകയും പുറത്ത് തട്ടുകയും ചെയ്തുകൊണ്ട് രാമന് വാത്സല്യപൂർവ്വം അവനിച്ച് അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്താ രാമ, നീ എന്താണ് ഇങ്ങനെ ശാന്തനും നിശബ്ദനുമായിരിക്കുന്നത് കുട്ടി? ഈ മാറ്റത്തിന്റെ കാരണം വിശദീകരിക്കാനാവാതെ അച്ഛനും അതുപോലെ നിന്റെ അമ്മമാരും വ്യസനത്തിലും ഭയത്തിലും ഒഴുകിയിരിക്കുകയാണല്ലോ. അവരുടെ സുഖാവസ്ഥയെ കൂടി നിനക്ക് നോക്കേണ്ടതില്ലേ മോനെ? മാതൃദേവോഭവ പിതൃദേവോഭവ എന്ന വിലപ്പെട്ട പ്രമാണത്തിന്റെ നിജസ്ഥിതി നീ കാണിച്ചു കൊടുക്കേണ്ടതല്ലേ? നീ അറിവില്ലാതെ കുട്ടിയല്ലല്ലോ. നിന്നിൽ നിന്നല്ലേ അറിവ് മുഴുവനും വരുന്നത് ലോകത്തിന്. വസിഷ്ഠൻ ഇങ്ങനെ ധാരാളം പാഠങ്ങളും തത്വങ്ങളും രാമനെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൊ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, മന്ദഗസിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്നു. ഒന്നിനും ഉത്തരവില്ല, പ്രത്യുത്തരം വേണ്ടേ, അതില്ല. അങ്ങനെ മഹർഷി പറഞ്ഞ് അവസാനിപ്പിച്ച സമയത്ത് ഈ ശ്രീരാമചന്ദ്ര പ്രഭു ശാന്തനായി സംസാരിക്കാൻ തുടങ്ങി. ഗുരു, അങ്ങ് അമ്മയെ പറ്റി പറയുന്നു. ആരാണ് യഥാർത്ഥത്തിൽ അമ്മ? ആരാണ് യഥാർത്ഥത്തിൽ മകൻ? എന്തിന്? യഥാർത്ഥത്തിൽ ശരീരം എന്താണ്? ഗുരുനാഥ, ജീവി എന്താണ്? ഈ വസ്തുനിഷ്ഠമായ ലോകം സത്യമാണോ? അല്ലെങ്കിൽ പരമാത്മാവ് യഥാർത്ഥമാണോ? ഈ ശരീരം പരമാത്മാവിന്റെ പ്രതിബിംബമാണല്ലേ ഗുരു? ഈ ശരീരത്തിന്റെ ഘടകങ്ങളായ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ടല്ലേ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങൾ തന്നെയല്ലേ അഖില പ്രപഞ്ചത്തെയും അതാക്കി തീർക്കുന്ന ദ്രവ്യങ്ങള് അല്ലേ? എന്റെ സംശയം തന്നെയാണ് ചോദിക്കുന്നത്. ഈ പ്രപഞ്ചം പഞ്ചഭൂതങ്ങളുടെ പരസ്പര ബദ്ധമായ പരമ്പര മാത്രമല്ലേ അല്ലേ? എല്ലാ പരസ്പര മാറ്റങ്ങളും സംശ്ലേഷങ്ങളും ഉണ്ടായിട്ടും ഈ ഭൂതങ്ങൾ തുടർന്ന് നിലനിൽക്കുന്നു. അവയ്ക്ക് അഗാധതരമായൊരു അടിസ്ഥാനം കൂടിയുണ്ടല്ലോ അല്ലേ? ഇത് മനസ്സിലാക്കാതെ ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം യഥാർത്ഥമാണെന്ന് സങ്കല്പിച്ചാൽ ഈ അവാസ്തവികതയുടെ വശീകരണത്തിന് വിധേയനായി കഴിഞ്ഞാല് അസത്യത്തിന് വേണ്ടി സത്യം തള്ളപ്പെടേണ്ടി വന്നാൽ ഇത്രയും ഭീമമായ അജ്ഞതയെ പറ്റി നമ്മൾ എന്താണ് പറയേണ്ടത് ഗുരു? അനശ്വരവും മേഘവും സൂക്ഷ്മവുമായ ആത്മാവിനെ അവഗണിച്ചിട്ട് വ്യക്തിക്ക് എന്ത് കിട്ടാനാണ്? എന്താണ് കിട്ടുക? ഇത്രയും ഗഹനമായ തത്വശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉയർത്തിയ രാമനെ വസിഷ്ഠനൊന്ന് നന്നായിട്ടൊന്ന് നോക്കി. അപ്പോഴോ ആധ്യാത്മിക തേജസ്സിന്റെ ഉജ്ജ്വല കിരണങ്ങളുടെ പരിവേഷം രാമന്റെ മുഖത്തിന് ചുറ്റും ഇങ്ങനെ ഒരു പ്രകാശ ജ്യോതിസ് ഉണ്ടല്ലോ ഈശ്വരന്മാർക്കൊക്കെ, അതിങ്ങനെ കാണുന്ന അദ്ദേഹത്തിന്. ഈ പ്രകാശം ദിവ്യത്വത്തിന്റെ സൂചനയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. രാമൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് രാമൻ തന്നെ മറുപടി നൽകണം, അതാണ് വേണ്ടതെന്ന് വസിഷ്ഠൻ അഭിപ്രായപ്പെട്ടു. നീ തന്നെ പറയണേ ഉത്തരം. നീ ഇപ്പൊ ചോദിച്ച ചോദ്യമില്ലേ, നീ തന്നെ ഉത്തരം പറയണ എന്നോട്. രാമൻ നൽകിയ മറുപടിയും വിശദീകരണങ്ങളും തികച്ചും ഈശ്വരന്റെ ശബ്ദമായിരുന്നു. ഏതോ ഗുഹയിൽ നിന്ന് വരുന്ന അന്തർലീനമായിരിക്കുന്ന ചില
കണികകൾ ഇങ്ങനെ വരുന്ന ഈ കുട്ടിയുടെ മുഖത്ത് നിന്നു. വസിഷ്ഠൻ ഈ വസ്തുത വ്യക്തമായും മനസ്സിലായി. ആരെങ്കിലും കണ്ടേക്കുമോ എന്ന് ഭയന്ന അദ്ദേഹം മനസാമാത്രം രാമന്റെ മുമ്പിൽ തലകുനിച്ചു. ശരിക്കും തലകുരു ശിഷ്യന്റെ മുമ്പിൽ തലകുനിക്കുന്നത് പാടില്ലാത്തതല്ലേ. അതുകൊണ്ട് മനസ്സുകൊണ്ട് ആ കുട്ടിയുടെ മുമ്പിൽ അദ്ദേഹം തലകുനിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, വൈകുന്നേരം വീണ്ടും കാണണം കേട്ടോ എന്ന് മാത്രം പറഞ്ഞു. അനന്തരം ദശരഥനെ പോലും കാണാതെ വസിഷ്ഠൻ രാജധാനിയിൽ നിന്ന് വിട്ടുപോയി. ആരും കാണാതെ ഇറങ്ങിപ്പോയി. ആ ഘട്ടത്തിലുണ്ടായ പ്രകാശത്തിന്റെ പ്രസരണം അദ്ദേഹത്തെ അത്രയും അടിമപ്പെടുത്തിയിരുന്നു. ആ കുട്ടിയുടെ, ആ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ മുഖത്തു നിന്ന് വരുന്ന ആ ജ്യോതിസ് അത്രമാത്രം അദ്ദേഹത്തിന് അടിമപ്പെടുത്തിയെന്നു പറയുന്ന കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ കൃതജ്ഞതയുടെയും സ്നേഹത്തിന്റെയും ആനന്ദപ്രദമായ ബോധത്തോടുകൂടി അദ്ദേഹം കുട്ടികളെ ഓമനിച്ചു. കുറേ സമയത്തിന് ശേഷം ദശരഥൻ കുട്ടികളെ സന്ദർശിച്ചു. അപ്പോഴോ അവരുടെ മുഖത്ത് പ്രസരിക്കുന്ന ദിവ്യബോധത്തിന്റെ അസാധാരണ പ്രകാശം ആര് കണ്ടു? പിതാവായ അച്ഛനായ ദശരഥ മഹാരാജാവും കണ്ടു. അതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. രാജാവിന് ഇങ്ങനെ ഈ ദിവ്യത്വമൊന്നുമില്ലല്ലോ ഇതൊന്നും മനസ്സിലാക്കാനുള്ളത്. അഥവാ ചില സമയത്ത് ഇത് ഈശ്വരന്മാരാണെന്ന് തോന്നിച്ചാൽ തന്നെ മായ കൊണ്ട് ഉടനിറങ്ങായിരിക്കുകയും ചെയ്യും. പിന്നെന്ത് വേണം അദ്ദേഹം? അങ്ങനെ വൈകുന്നേരം വസിഷ്ഠൻ വരുന്നതും പ്രതീക്ഷിച്ച് അദ്ദേഹം കാത്തിരുന്നു. വസിഷ്ഠൻ രാജധാനിയിൽ പ്രവേശിച്ച് കോവിലിൽ കടന്നതും ഒട്ടനെ കുട്ടികളും അമ്മമാരും ദശരഥനും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. പ്രാർത്ഥനാരൂപത്തിൽ വിനീതരായി കൈകൂപ്പിക്കൊണ്ട് അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു. പെട്ടെന്ന് കുറേയേറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാമൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എന്താ ചോദ്യം എന്നാണ്? ആത്മാവ്, അതുപോലെ ദൈവം, പ്രകൃതി, ഇവ തമ്മിൽ എന്തൊരു പരസ്പര ബന്ധമാണുള്ളത് ഗുരുനാഥ? ഇവ മൂന്നും ഒന്നാണോ? അല്ല വ്യത്യസ്ത സത്തകളാണോ ഗുരുനാഥ? ഒന്നാണെങ്കിൽ അതെങ്ങനെ മൂന്നായി? എന്തിനു വേണ്ടിയാണ് ഗുരുനാഥ? ഇതിന്റെ അടിസ്ഥാനപരമായ പരസ്പരം യോജിക്കുന്ന തത്വം ഏതാണ് ഗുരുനാഥ? ഐക്യത്തിന്റെ ബോധം പരിത്യജിച്ചവ വ്യത്യസ്തമാണെന്ന് അംഗീകരിക്കുന്നത് കൊണ്ട് എന്ത് നന്മയാണ് കിട്ടുക ഗുരുനാഥ? ഇത്രയും ഇളം പ്രായത്തിൽ രാമൻ ചോദിച്ച ഈ ചോദ്യങ്ങളുടെ ഗഹനത കണ്ട് മാതാപിതാക്കന്മാർ അത്ഭുതപ്പെട്ടു. ഇപ്രാവശ്യം അവരുടെ മുമ്പെന്നാണല്ലോ ചോദ്യോത്തരങ്ങളൊക്കെ. ഭൂമി ചോദിച്ച ചോദ്യങ്ങൾക്ക് സ്വർഗം ഉത്തരം നൽകിയതോ എന്ന് തോന്നുമാറ് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളിന്മേൽ വെളിച്ചം വീശിയ ധാരാളം അമൂല്യ പ്രമാണങ്ങൾ അടങ്ങിയ ഉപദേശങ്ങളുടെയും അന്വേഷണങ്ങളുടെയും പ്രവാഹത്തിൽ അവർ തികച്ചു ലയിച്ചു. എന്തായി കേൾക്കുന്നേ? നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ മുലപ്പാല നാർന്ന കുട്ടി എന്ന് പറയും. ആ മുലകുടി മാറിക്കഴിയാതെ അത്രയും ചെറുപ്പത്തിലാണ് ഈ കുട്ടി ഈ മാതിരിയിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. രാമൻ അവരുടെ പുത്രനാന്ന് അവർ മറന്നുപോയി. ഏതോ ഒരു ദിവ്യപുരുഷൻ തന്നെയാണെന്ന് അവർക്ക് തോന്നിപ്പോയി. മഹത്തായ അദ്വൈത വിജ്ഞാനത്തിന്റെ അപഗ്രഥനത്തിലും അവധാരണത്തിലും രാത്രി അങ്ങനെ കഴിഞ്ഞുപോയി. മനുഷ്യ സമുദായത്തിന് ശാന്തി ഉറപ്പുവരുത്തുന്ന അനശ്വരത്വത്തിന്റെ അമൃത ബിന്ദുക്കളാണ് രാമന്റെ അധരത്തിൽ നിന്ന് പ്രവഹിച്ച വാക്കുകളെന്ന് വസിഷ്ഠ മഹർഷിക്ക് മനസ്സിലായി. അദ്ദേഹം രാജാവിനെയും രാജ്ഞിമാരെയും അനുഗ്രഹിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങി. രാമനും കുലഗുരുവും തമ്മിലുള്ള സംഭാഷണം രൂപം കൊണ്ടതാണ് അർത്ഥപുഷ്ടവും ആസ്വാദ്യവുമായ യോഗവാസിഷ്ഠം എന്ന മഹത് ഗ്രന്ഥം. അതിന് രാമഗീത എന്നും പേരുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായ സംഭാഷണങ്ങളാണ് ഈ രാമഗീത. തന്നോട് തന്നെ പ്രഭാഷണം നടത്തിയും ഒറ്റയ്ക്കാകുമ്പോൾ തന്നെത്താൻ സംസാരിച്ചും ആളുകൾ അടുത്തുള്ള സമയത്ത് നിശബ്ദനായും പലപ്പോഴും പ്രത്യേകമായി ഒന്നിനോട് വല്ലാതെ ചിരിച്ചും വെറുതെ ചിരിക്കും. രാമൻ വേദാന്തത്തിൽ മുഴുകി ദിനങ്ങൾ അങ്ങനെ കഴിച്ചു. ദശരഥന് അസ്വസ്ഥനായി. ഇങ്ങനെ ഒരു ദിവ്യപരിവേഷമുള്ളൊരു കുട്ടീനൊന്നല്ലല്ലോ ദശരഥൻ ആഗ്രഹിച്ചത്. വളരണം, വിദ്യാഭ്യാസമൊക്കെ കഴിയണം, സിംഹാസനത്തിൽ എത്തി കിരീടം തലയിൽ വെച്ച് കൊടുക്കണം, ഇതൊക്കെ അല്ലേ ദശരഥന്റെ വിചാരം. അതൊന്നല്ലാതെ ഇങ്ങനെ ഏകാന്തതയിലിരിക്കുന്ന ധ്യാനത്തിലിരിക്കുന്ന ഈ കുട്ടി ദശരഥനെ അസ്വസ്ഥത ഉണ്ടാക്കി എന്ന് പറയുന്നത്. സഹോദരന്മാർക്ക് എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം വ്യാകുലനായി. ഈ കുട്ടിയുടെ കൂടെ നടന്ന് ഈ മൂന്നെണ്ണം ഇതുപോലെ ആവുമല്ലോ എന്നാണ് വിചാരം. 3 കുട്ടികളെ വേറെ വേറെയാക്കാൻ അദ്ദേഹം കാണിച്ചു. പറ്റുകയും ചെയ്യുന്നില്ല. 3 കുട്ടികളും വേറെ വേറെയാക്കാൻ പറ്റൂല.
ഇരട്ട പോലെ, ഇരട്ട തമ്മിലൊട്ടി ഇരട്ടയില്ലേ അതുപോലെ. രാമന്റെ കൂടെ തന്നെ ലക്ഷ്മണൻ ഉണ്ടാവും, ഭരതന്റെ കൂടെ തന്നെ ശത്രുഘ്നൻ ഉണ്ടാവും. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്യും? ഒരിക്കലും രാമനെ വിട്ട് പിരിയാൻ തയ്യാറായിരുന്നു. 3 പേരും ഇങ്ങനെ ഇരട്ട ഇരട്ടയായിട്ട് രാമന്റെ കൂടെ, എല്ലാരും രാമനില്ലെങ്കിൽ അവർക്ക് അന്ധകാരം തന്നെ ആയിരുന്നു. അതുകൊണ്ട് രാമനോട് ഒന്നിച്ച് തന്നെ അവര് എത്തേണ്ടി വന്നു. പൊടിക്കുഞ്ഞായ സമയത്ത് അങ്ങനെയല്ലേ, ഒരു തൊട്ടിൽ 2 ആളെ കടത്തിയതിന് ശേഷം അത്ര ലക്ഷ്മണകുമാരന്റെ കരച്ചിൽ നിൽക്കുന്നു. രാജാവിന്റെ ആജ്ഞമാരും അത്യന്തം വിഷണ്ണരായി. ഇല്ലാത്തതിന് ഇപ്പം ഉണ്ടായിട്ട് ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്നൊരു തരം തോന്നൽ പോലെ ആയി അവർക്ക്. ആനന്ദത്തെയും പ്രഭാവത്തെയും സംബന്ധിച്ച് അവരുടെ സ്വപ്നങ്ങളെല്ലാം ഒന്നുമല്ലാതെ അവർ കേവലം നിരാശരായി. കാരണം മക്കളിൽ രോഗശമനത്തിന്റെയോ മാറ്റത്തിന്റെ ഒരു ലക്ഷണം കണ്ടില്ല. എന്തോ ഒരു അജ്ഞാത രോഗം പിടിപെട്ടിട്ടുണ്ട് കുട്ടികൾക്ക് എന്നാണ് ഇപ്പം അച്ഛന്റെ അമ്മമാരുടെയും വിചാരം. അവർ മണിക്കൂറുകളും നിമിഷങ്ങളും എണ്ണിക്കൊണ്ട് ഉത്കണ്ഠയിലും പ്രാർത്ഥനയിലും തന്നെയാണ് ഇപ്പം ഈ 3 അമ്മമാരും അച്ഛനും സമയം കഴിക്കുന്നത്. രാമന് ഭക്ഷണത്തിൽ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നും ഭക്ഷണേ വേണമെന്നില്ല കുട്ടിക്ക്. അതിന്റെ ഫലമായി ക്രമം കെട്ടതും ഇഷ്ടമില്ലാത്തതുമായ ഭക്ഷണം കഴിച്ച് ശരീരം ദുർബലവും ആരോഗ്യഹീനവുമായി കാണപ്പെട്ടു. കൊടുത്തിട്ടൊരു കുട്ടീനല്ലേ ഇവര് പ്രതീക്ഷിക്കുന്നത്, അതൊന്നല്ല, മെലിഞ്ഞുണങ്ങിപ്പോയി രാമൻ. ആ സമയത്ത് എന്ത് ഉണ്ടായി? ഒരു സംഭവം ഉണ്ടായി. എന്താതെന്നോ, ഇക്കാലത്ത് രാജകീയ നഗരമായ അയോധ്യയുടെ പൂർവഭാഗത്ത് വിശ്വാമിത്ര മഹർഷി കഠിന തപസ് ചെയ്തിരുന്നു. അദ്ദേഹം യജനം എന്നൊരു പുണ്യകർമ്മം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ എപ്പോഴൊക്കെ അദ്ദേഹം അത് ആരംഭിച്ചില്ല, കറുത്ത വാവിനാണ് അദ്ദേഹം ഇത് ചെയ്യുക. കറുത്ത വാവിൻ്റെ എണ്ണം ഞാൻ അമാവാസി തോറും പിതൃദേവാദികളെ ധ്യാനിച്ച് നടത്തുന്ന യാഗത്തെ മുടക്കുവാൻ വരുന്നു രാക്ഷസന്മാരെന്നാണ് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വരും ഇവിടത്തേക്ക്, നമുക്ക് കാണാം. പക്ഷെ എപ്പോഴൊക്കെ അദ്ദേഹം അത് ആരംഭിച്ചപ്പോഴെല്ലാം രാക്ഷസന്മാരെ ആ കർമ്മം അശുദ്ധമാക്കും, അതിന്റെ പവിത്രത നശിപ്പിക്കും. അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവര് പരിശുദ്ധമായ യജ്ഞപ്രദേശത്ത് പച്ചമാംസ കഷ്ണങ്ങളിടും, മൂത്രമൊഴിക്കും. അങ്ങനെ മലമൂത്ര വിസർജനമൊക്കെ യാഗ കുണ്ടത്തില് അവർ ചെയ്യും. അത് വൈദിക കർമ്മങ്ങൾക്ക് അയോഗ്യമാക്കി തീർത്തു, ഒന്നിനും പറ്റാണ്ടാക്കി തീർത്തു. മറ്റു പല മാർഗങ്ങളിലും അവർ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കി. ആ പുണ്യകർമ്മം മുടക്കിക്കൊണ്ടിരിക്കും. ഓരോരോ അമാവാസ്യക്കും ചെയ്യുന്നത് അത് അവര് നശിപ്പിക്കും. വിശ്വാമിത്രന്റെ കർത്തവ്യതാമൂഢനായി അദ്ദേഹം സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിൽ രാജാവിനെ സന്ദർശിക്കാൻ എത്തി. വിശ്വാമിത്ര മഹർഷി പിന്നെ എവിടെ നിന്നാണ് ഇത് പറയാ? ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു നടത്തുന്ന യാഗത്തെ മുടക്കുവാൻ മാരീച്ച് സുബാഹുമാരായ രാക്ഷസന്മാര് വരുന്നു എന്ന് ഇപ്പൊ ദശരഥ മഹാരാജാവിനോട് പറയാനാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. മഹർഷിയുടെ ആഗമനത്തെ പറ്റിയുള്ള സന്ദേശം കിട്ടിയപ്പോൾ രാജാവ് അർഹമായ ബഹുമതികളോടെ അദ്ദേഹത്തെ രാജധാനിയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവരാനായി മന്ത്രിമാരെ അയക്കുകയാണ്. അവർ നഗര കവാടത്തിൽ വെച്ച് അദ്ദേഹത്തെ സ്വീകരിച്ച് രാജധാനിയുടെ പ്രവേശന കവാടം വരെ അനുഗമിച്ചു. അത്ര വരെ അവർക്ക് വരേണ്ടതുള്ളൂ. രാജധാനിയുടെ പ്രവേശന കവാടം വരെ അദ്ദേഹത്തെ അനുഗമിച്ചിട്ട് ഇവര് പോയി. രാജധാനിയിൽ ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ചൊല്ലി പുണ്യഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പോലെയും മഹർഷിമാരെ സ്വീകരിക്കുന്ന സമ്പ്രദായം അനുസരിച്ചും അദ്ദേഹത്തിന്റെ പാദം കഴുകി അങ്ങനെ പവിത്രീകൃതമായ ആ ജലം തന്റെ ശിരസിൽ തളിച്ചു. വിശ്വാമിത്ര മഹർഷിയുടെ പാദം കഴുകി ആ തീർത്ഥജലം സ്വന്തം ശിരസിലേക്ക് ഇങ്ങനെ തളിച്ചു മഹാരാജാവ്. വിശ്വാമിത്രൻ രാജസദസ്സിലേക്ക് ആനയിച്ച് ഉത്കൃഷ്ട സ്ഥാനത്തിരുത്തി. രാജകുടുംബാംഗങ്ങൾ സബഹുമാനം ചുറ്റും നിന്നു. ഇന്ന് എത്രയും മഹത്തായ ഒരു ദിനം തന്നെയാണ്. അത് പറഞ്ഞു ദശരഥ മഹാരാജാവ് ഈ വിശ്വാമിത്രനോട് പറയുകയാണ്. ആ പുണ്യാത്മാവിന്റെ അപ്രതീക്ഷിതമായ ആഗമനത്തിലും അദ്ദേഹത്തെ സേവിക്കുന്നതിലും ആദരിക്കുന്നതിലും ഭാഗ്യം ഉണ്ടായതിലും രാജാവ് സന്തോഷം പ്രകടിപ്പിച്ചു. വിശ്വാമിത്രൻ രാജാവിനോടും മന്ത്രിമാരോട് ഇരിക്കാൻ പറഞ്ഞു. അവർ അനുസരിച്ചു. അനന്തരം മഹർഷി തന്റെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തുകയാണ്. എന്താ? രാജാവിന്റെയും രാജകുടുംബത്തിന്റെയും ആരോഗ്യത്തെയും ക്ഷേമത്തെയും രാജ്യത്തിലെ സമാധാനത്തെയും അഭിവൃദ്ധിയും സംബന്ധിച്ച് കരുണാപൂർവം അന്വേഷിച്ചു. വിശ്വാമിത്ര മഹർഷി. വിശ്വാമിത്രൻ രാജർഷിയാണല്ലോ, പണ്ട് രാജാവായിട്ടിരുന്ന ആളാണല്ലോ. ശക്തിക്കും സുരക്ഷിതത്വത്തിനും മുന്നിട്ട് നിൽക്കുന്നതാണോ ഭരണം എന്നും അതുപോലെ തന്നെ പ്രജകൾക്ക് എന്നും ക്ഷേമം തന്നെയല്ലേ, ക്ഷേമം വരുത്തുന്നുണ്ടോ എന്നും ചോദിച്ചു.
ഈശ്വര കാരുണ്യത്താലും സന്യാസിമാരുടെയും അങ്ങേപോലുള്ള മഹർഷിമാരുടെയും അനുഗ്രഹത്താലും പരാജയഭീതി ഇല്ലാതെ തന്റെ പ്രജകൾ ധർമ്മബോധത്തോടും സന്തോഷത്തോടും കൂടി അവരവർ ചെയ്യേണ്ട കർമ്മങ്ങളിൽ അവരേർപ്പെട്ട് വരികയാണ് മഹർഷിയെന്നും ഭരണത്തിന്റെ ലക്ഷ്യം പ്രജകളുടെ നിത്യക്ഷേമമാണെന്നും ചക്രവർത്തി മറുപടി പറഞ്ഞു. എനിക്കാവുന്ന പ്രകാരം ഞാൻ ഭരിക്കുന്നതിലൂടെ എല്ലാവരും സന്തോഷവാന്മാരാണ്, സുരക്ഷിതരാണ് രാജർഷി എന്ന് പറഞ്ഞു. പ്രജകളുടെ സുഖവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഭരണം ശ്രമിക്കുകയാണ് എന്നും പറഞ്ഞു അദ്ദേഹം. മഹർഷിയുടെ ആഗമനത്തിന്റെ കാരണം അറിയാൻ രാജാവ് ആഗ്രഹിച്ചു. അങ്ങയുടെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തിയാൽ തരക്കേടില്ല. എനിക്ക് കഴിയുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ സാധിപ്പിച്ച് തരാൻ തയ്യാറാണെന്നും പറഞ്ഞു. മഹർഷി എന്ത് ധർമ്മം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെട്ടാലും അത് ഞാൻ നിസ്സംശയം നിർവഹിക്കുന്നതാണെന്നും പറഞ്ഞു. വർദ്ധിച്ച ഭക്തിയോടുകൂടി പറഞ്ഞു. ആ ഋഷീശ്വരന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ താൻ കാത്തിരിക്കുകയാണ്. വിശ്വാമിത്രൻ രാജാവിന്റെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് തലകുലുക്കി. വിശ്വാമിത്രന് സന്തോഷമായി. ഏതായാലും അദ്ദേഹം ദശരഥന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, താങ്കൾ ധർമ്മനിഷ്ഠനായ ഭരണകർത്താവാണെന്നും അതിഥികളെയും മർത്യകളെയും ആദരിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ അങ്ങ് വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും മൂർത്തീകരണമാണെന്നും ഞാൻ ഇപ്പോൾ താങ്കളുടെ മുമ്പിൽ വെച്ച് പറയുന്നില്ല. കാരണം താങ്കളുടെ ഭരണത്തിൽ സാമ്രാജ്യം സന്തുഷ്ടമാണെന്ന വസ്തുത തന്നെ അതിന് മതിയായ തെളിവാണല്ലോ. പിന്നെ എന്റേതായ ഒരു പുകഴ്ത്തലിവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഭരണകർത്താക്കളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുമല്ലോ മഹാരാജാവേ പ്രജകളുടെ ക്ഷേമം. രാജാക്കന്മാർ ശിഷ്ടന്മാരോ ദുഷ്ടന്മാരാകുമ്പോൾ പ്രജകൾക്ക് ശാന്തിയോ ദുരിതമോ അനുഭവപ്പെടുന്നത് സാധാരണമാണ്. ഞാൻ അന്വേഷിച്ചിടങ്ങളിൽ നിന്നല്ല അയോധ്യയിൽ മാത്രമാണ് രാജാവിനോട് ഭക്തിയും സ്നേഹവും പൂർണ്ണമായുള്ള ജനങ്ങളും അതുപോലെ പ്രജകളോട് തികഞ്ഞ സ്നേഹവും പരിഗണനയുമുള്ള രാജാവും ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്കളുടെ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് ഞാൻ ഈ സന്തോഷജനകമായ വാർത്ത കേട്ടുകൊണ്ടാണ് വരുന്നത് മഹാരാജാവേ. അതുകൊണ്ട് താങ്കളുടെ വാക്കുകൾ ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കുന്നു. ഇനിയാണ് ഇപ്പൊ പ്രശ്നം. താങ്കളുടെ വാഗ്ദത്വത്തിൽ നിന്നും താങ്കൾ ഒരിക്കലും പിന്മാറുകയില്ലെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആമുഖമായിട്ട് മഹർഷി പ്രകാരം പറഞ്ഞു. ഒരിക്കൽ വാക്ക് കൊടുത്താൽ അതിനനുസരിച്ച് താങ്കൾ പ്രവർത്തിക്കുമെന്നും എനിക്കറിയാം. ഒരു ചെറിയൊരു സോപ്പിടൽ നടന്നു. മഹർഷിയുടെ ഈ വാക്കുകൾ ദശരഥന്റെ ഹൃദയത്തെ അഗാധമായി സ്പർശിച്ചു. എന്താപ്പ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടായി. മഹാത്മാക്കൾ ലോകത്തിന് സഹായകമായ പ്രവർത്തികളിലേ ഏർപ്പെടുകയുള്ളൂ. അങ്ങനെയാണല്ലോ വേണ്ടതും. അവർ എന്ത് ചെയ്യുന്നതും ശാസ്ത്രങ്ങളിലെ അനുശാസനങ്ങളിൽ നിന്നും വ്യതിചലിച്ചിട്ടായിരിക്കുകയില്ല. അതുപോലെയാണ് ദശരഥ ചക്രവർത്തി. അവർ ചിന്തിക്കുന്നതിനെല്ലാം മതിയായ കാരണം ഉണ്ടാവുകയും ചെയ്യും. അവരുടെ ഓരോ പ്രവർത്തനവും ഈശ്വരേച്ഛ മൂലമാണ് താനും. അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ കഴിവുകളോടും അങ്ങയെ സേവിക്കുവാനും അങ്ങയുടെ ഏറ്റവും ലഘുവായ ആഗ്രഹം പോലെ സാധിപ്പിക്കാനും ഞാൻ സദാ സന്നദ്ധനാണ് മഹർഷി എന്ന് ദശരഥ മഹാരാജാവ് പറയുകയാണ്. മഹർഷിയുടെ ആജ്ഞ എന്തോ അത് നടപ്പിൽ വരുത്തുമെന്ന് ദശരഥൻ വീണ്ടും വീണ്ടും പ്രതിജ്ഞ ചെയ്തു. ഒന്നും ആലോചിക്കാതെ ചെയ്ത ഇത് പ്രതിജ്ഞയായി പോയത്. ഇത് കേട്ട സമയം മഹർഷിക്ക് വലിയ സന്തോഷമായി പറയാനില്ല. എന്താ താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കാരണം കൂടാതെ ആശ്രമത്തിന് പുറത്തിറങ്ങുകയില്ലല്ലോ. അതെ, ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങാറില്ല. വലിയൊരു കാരണം എന്തെങ്കിലും അത്യാവശ്യത്തിനല്ലേ ഞങ്ങള് ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ മഹർഷിമാര്. ഞാനൊരു മഹത്തായ ആവശ്യത്തിനാണ് താങ്കളുടെ അടുത്ത് വന്നിട്ടുള്ളത്. താങ്കളുടെ ഉത്സാഹപൂർണമായ പ്രതികാരണം മൂലം എന്റെ സന്തോഷം ഇരട്ടിച്ചു. ഞാൻ വരുമ്പോൾ ഉള്ള അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അങ്ങയുടെ വാക്ക് കാരണം എന്റെ സന്ദർശനോദ്ദേശം സഫലമാവും എന്ന് കാണുന്നതിൽ ഞാൻ ആനന്ദപൂർണനാണ് മഹാരാജാവേ. താങ്കൾ വാഗ്ദത്തം നിറവേറ്റും ഇല്ലേ? പിന്നെ ഒരു ചെറിയൊരു സംശയത്തോടു കൂടിയാണ് രാജാവ് അങ്ങനെ ചോദിച്ചത്. അപ്പൊ ദശരഥൻ ഒറ്റലേശം താമസമില്ലാതെ പറഞ്ഞു, ഗുരു അങ്ങ് ഇത്തരം ചോദ്യം ചോദിക്കരുതേ. വാഗ്ദത്തം നിറവേറ്റാതെ അപമാനം വരുത്തി വെക്കുന്നതിനേക്കാൾ സ്വന്തം ജീവൻ ത്യജിക്കാനാണ് എനിക്കിഷ്ടം. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മരിക്കാനാണ് എനിക്കിഷ്ടം എന്നാണ് മഹാരാജാവ് പറഞ്ഞത്.
ധാർമ്മികത്വം, ആർജവം എന്നിവയേക്കാൾ കൂടുതൽ വലിയ എന്ത് നിക്ഷേപമാണ് ഒരു രാജാവിന് വേണ്ടത്? പലതരം ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുമ്പോൾ ശക്തിയുടെ വിഭവങ്ങളായി രാജാവിനൊപ്പം നിൽക്കുന്നത് ഇവ മാത്രമാണല്ലോ. ഈ രണ്ട് ഗുണങ്ങളും നഷ്ടപ്പെട്ടാൽ വെളിച്ചമില്ലാത്ത മന്ദിരം പോലെയും ഗോഷ്ഠി കാട്ടുന്ന ചാവല്യങ്ങളാലും കലഹപ്രിയമായ മത്സര്യത്താലും വളയപ്പെട്ടൊരു മണലാരണ്യം പോലെയും രാജ്യമായി തീരുമല്ലോ ഹർഷേ. പിന്നെന്താ ഇത്രമാത്രം സംശയം വരാൻ കാരണം? ആ രാജ്യം അരാജകത്വം കൊണ്ടും ഭീഷണി കൊണ്ടും ഛിന്ന ഭിന്നമായി പോകില്ലേ? ആകും. ഒടുവിൽ രാജാവ് അനർത്ഥത്തിൽപ്പെടും. വരാനുള്ള യുഗങ്ങളിൽ പോലും അത്തരമൊരു വിപത്ത് എന്റെ വംശത്തെ ഗ്രസിക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മഹർഷിയുടെ പറയുന്നത്. അതുകൊണ്ട് സംശയത്തിന്റെ നിഴൽ പോലും തീണ്ടാതെ അങ്ങ് പറയുക, എന്തുദ്ദേശത്തോടുകൂടിയാണ് അങ്ങ് അയോധ്യയിൽ വന്നിട്ടുള്ളത്? എന്നിട്ട് പ്രതിജ്ഞാബദ്ധനായ ഈ സേവകൻ അർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള സേവനം സ്വീകരിക്കുകയും ചെയ്താലും പോരെ. ഇതിൽ കൂടുതലൊരു വാഗ്ദത്വം വേണ്ടല്ലോ. അപ്പൊ വിശ്വാമിത്രൻ പറയാൻ തുടങ്ങി, ഇല്ല ഇല്ല, എനിക്ക് മനസ്സിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. സത്യത്തെ അചഞ്ചലമായി പാലിക്കാനുള്ള താങ്കളുടെ പ്രതിജ്ഞ കേൾക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്കുകൾ വീണ്ടും വീണ്ടും പറഞ്ഞത്. വാഗ്ദത്വം നിറവേറ്റുക എന്ന ധർമ്മത്തോട് ദൃഢബന്ധിതരാണ് ഇക്ഷ്വാകു രാജാക്കന്മാർ എന്ന് എനിക്കറിയാം രാജാവേ. ശരി, ഇപ്പോൾ താങ്കൾ എന്നും എനിക്കൊരു കാര്യമേ സാധിക്കേണ്ടതുള്ളൂ. അതെന്താണെന്നോ? ധനമല്ല, വാഹനങ്ങളല്ല, പശുക്കളല്ല, സ്വർണമല്ല, സൈന്യമല്ല, ആശ്രിതന്മാരോ അല്ല. താങ്കളുടെ മക്കളിൽ 2 പേരെ, അതായത് രാമനെയും ലക്ഷ്മണനെയും എന്റെ കൂടെ അയച്ചു തരണം. താങ്കൾ എന്ത് പറയുന്നു? ഇതാണ് ചോദ്യം. ഇത് കേട്ട സമയത്ത് ദശരഥന്റെ സമനില തെറ്റി. ഇതുവരെ പറഞ്ഞ വാഗ്ദത്വമൊക്കെ മറന്നുപോയി രാജാവ്. അദ്ദേഹം പിന്നോക്കം വീണുപോയി, ബോധം വിട്ടുപോയി. പെട്ടെന്ന് ബോധക്ഷയം ബാധിച്ചു. കുറേ സമയത്തിന് ശേഷം ബോധം വന്ന സമയത്ത് വാക്കുകൾ ഉച്ചരിക്കാൻ ധൈര്യം കിട്ടാനായി കിതച്ചു. ഒന്നും സംസാരിക്കാൻ പറ്റാണ്ടായി പോയി. നിധി പോലെ പരിപാലിക്കാത്ത രക്ഷിക്കുന്ന മക്കളല്ലേ അവരാണ് ചോദിക്കുന്നത്. ഗുരു, ആ കുട്ടികൾ അങ്ങക്ക് എങ്ങനെ പ്രയോജനപ്പെടാനാണ്? എന്തിനു വേണ്ടിയോ അങ്ങ് ആ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ആ കാര്യം കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ എനിക്ക് കഴിയും. ഞാൻ വന്നാ പോരെ? ഞാൻ വരാലോ. അങ്ങനെ ചിന്തിക്കുന്നില്ലേ? എനിക്കതിന് സൗകര്യം തരൂ. ഞാൻ എൻ്റെ ജീവിതം പ്രയോജനപ്രദമാക്കട്ടെ. എന്താണ് കാര്യമെന്ന് പറയൂ മഹർഷി. അത് നിർവഹിക്കുന്നതിൽ നിന്നുള്ള ആനന്ദം ഞാൻ അനുഭവിക്കട്ടെ. കുട്ടികളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞു. പോരെ? മഹർഷി മറുപടി പറഞ്ഞു, ഈ കുട്ടികൾ ചെയ്യാനിരിക്കുന്ന കാര്യം മറ്റ് യാതൊരാൾക്കും ചെയ്യാനാവാത്തതാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അങ്ങേക്കെന്നല്ല, അങ്ങയേക്കാൾ കേമനായ രാജാവിന് പോലും ആ കുട്ടികൾ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റില്ല. അവർക്കത് ചെയ്യാൻ കഴിയും. അവർക്ക് മാത്രമേ കഴിയൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. താങ്കളുടെ 10,000-കൾക്കോ താങ്കൾക്ക് തന്നെയോ അത് ചെയ്യാൻ കഴിയുകയില്ല. ഇവരെ പോലെയുള്ള കുട്ടികൾ ഇതിനു മുമ്പ് ഭൂജാതരായിട്ടുമില്ല. അത്തരം കുട്ടികൾ ജനിക്കുകയുമില്ല. ഇതെന്റെ ദൃഢവിശ്വാസമാണ്. ശ്രദ്ധിക്കുക, ഞാനൊരു വിശ്രുതമായ യജ്ഞം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ അതിന്റെ ആദ്യ നടപടികൾ ആരംഭിക്കുമ്പോഴേക്കും ഇവിടെ നിന്നോ ദുർഭൂതങ്ങളും രാക്ഷസന്മാരും ഈശ്വരനിന്ദകമായ വിധം പ്രവർത്തിച്ചവർ തടസ്സപ്പെടുത്തുകയാണ്. അവർ ഇടക്ക് ചാടി വീണ് മൂർച്ചയായുള്ള കർമാനുഷ്ഠാനത്തിന് വിഘ്നമുണ്ടാക്കും. മുടക്കങ്ങൾക്ക് മേൽ മുടക്കം വരുത്തുന്നു. ആ യജ്ഞം വിജയകരമായി പര്യവസാനിപ്പിക്കുവാൻ കഴിയണം എനിക്ക്. അതിനായി ഈ രാക്ഷസന്മാരെ ആട്ടിപ്പായിച്ച് ജുഗുപ്സാവഹമായി ഈ പ്രതിബന്ധങ്ങളെ തകർക്കാൻ ഈ കുട്ടികൾ എനിക്ക് ആവശ്യമുണ്ട്. അവർക്ക് ഏത് സാധിക്കുകയുള്ളൂ മഹാരാജാവേ. ഇതാണ് എൻ്റെ ആവശ്യം, എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം അതാണ്. എന്തു പറയുന്നു താങ്കൾ? വിശ്വാമിത്രൻ ഗൗരവപൂർവ്വം ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. രാജാവ് വീണ്ടും പറയുകയാണ്, സ്വാമി, ഇവർ ഇളം പ്രായം, ഇത്രയും വലിയൊരു കൃത്യം ഇവർക്ക് എങ്ങനെ ചെയ്തു തീർക്കാൻ കഴിയും? ഇതാ, ഞാൻ പൂർണ്ണ സമ്മതത്തോടുകൂടി തയ്യാറായി നിൽക്കുന്നു. ഗജരഥ തുരക പദാതികളായ സൈന്യ സന്നാഹങ്ങളോടുകൂടി വന്ന് യജ്ഞവേദിക്ക് അങ്ങയുടെ ആശ്രമത്തിന് കാവിൽ നിൽക്കാം. പോരെ? ലേശം പോലും ആരും തടസ്സപ്പെടുത്താതെ യജ്ഞം പൂർണ്ണമായ വിജയത്തിൽ കലാശിക്കത്തക്ക വിധം നടത്തിത്തരാൻ ഞാൻ. ഈ രാക്ഷസ ശക്തിക്കെതിരെ പൊരുതുന്നതിൽ എനിക്ക് കുറേ പൂർവ്വ പരിചയം ഉണ്ട് താനും. അതങ്ങൾക്കറിയാമല്ലോ. ഇവർക്കെതിരായി ഞാൻ ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത്
വിജയം നേടിക്കൊടുത്തത് എനിക്കൊരു പ്രയാസവും കൂടാതെ ചെയ്യാൻ കഴിയും. അത് ഇപ്പോൾ തന്നെ അങ്ങയോടൊപ്പം വരാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ, അങ്ങനെ ചെയ്യുന്നതിന് എന്നെ അനുവദിച്ചാലും എന്ന് പറഞ്ഞു അദ്ദേഹം. ഇനിയിപ്പോൾ എന്താ മഹർഷി പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും എന്താ അവിടെ നടക്കുന്നതെന്നും ഒക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം. മണ്ടനാണ്, അധികാക്ഷരങ്ങളെ കൊണ്ട് യുദ്ധമുറ ആചരിപ്പ എന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ വെറുതെ കാട് പറയുമ്പോൾ കുറെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി നമുക്ക് നാളെ നോക്കാം. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹാശിസുകളോടെ നമുക്ക് നാളെ നോക്കാം. ഹനുമൻ സമവേദായ ഹരീശാഭിഷ്ടദായിനി വാലിപ്രമഥനായ തോ മഹാധീരായ മംഗളം ശ്രീമതേ രഘുവീരായ സേതുല്യം ഹിതസിന്ധവേ ഇതരാക്ഷസരാജായ രണധീരായ മംഗളം.